മറസൈഡ് കാണല്ലേ. ഇതേ നമ്മളിപ്പോൾ പോകുന്ന അസാധ്യ ഒരു ഡേഞ്ചറായിട്ടുള്ള വഴി കൂടെയാണ്. കാരണം മഴയും കൂടിയും പെയ്തപ്പോൾ താഴെ അസാധ്യ കുഴിയാണ്. ഇനിയിപ്പോൾ പോകാൻ കഴിയൂലേ ഒന്നും നമുക്ക് അറിയില്ല. കാരണം റോഡാണെങ്കിൽ ഓഫ് റോഡാണ്, ഒട്ടും കാണാൻ കഴിയാത്തൊരു സ്ഥലമാണ്. കാരണം നമ്മൾ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തു. അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് ചാറിയേ ഉള്ളൂ. മഴയല്ല, മഞ്ഞാണ്. പക്ഷെ അത് കൂടുതലായിട്ട് പെയ്തു വന്നു. ആ കർപ്പൂരം പൊട്ടിച്ച് കാട്ടിക്ക. ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. എളുപ്പം പൊട്ടിക്ക ഒന്ന് ചോരണ്ട കേട്ടോ. എത്ര വലുതും കൊണ്ടാ ശ്വാസം കിട്ടുന്നില്ല. എന്തിനാ ചെറിയ കഷ്ണമാക്കണ? ആയിക്കോട്ടെ, വലുതെന്നതാ. എന്താ റോഡ് ഭഗവാനെ. കടിയാ ഇത് റോഡന്നെ കാണുന്നില്ല കേട്ടോ. താഴെ ഭയങ്കര കുഴിയാ. നമ്മൾ പോകുന്ന ടൈം ശരിയായില്ല കേട്ടോ. പോരണ്ടല്ലേ ഈ സമയത്ത്. ഇതിപ്പോ ഇവിടെ സൈഡാക്കാൻ കഴിയാത്തൊരവസ്ഥയല്ലേ ബാക്കില്. ഇതിവിടെ വൺ വേ ആയിട്ട് തിരിച്ചു വിട്ടിട്ടുണ്ടല്ലേ. നമുക്കേ ഇവിടെ നിൽക്കുക. കാരണം പോകില്ല നിൽക്കുക. കാരണം എനിക്ക് കഴിയില്ല. കാരണം അങ്ങനെയാണ്. കാണണ്ടേ, റോഡ് കാണുന്നില്ലേ, അതാണ് പ്രശ്നമേ. ഒന്നാമത് നമ്മുടെ ഗ്ലാസ്സുമ്മ കോട മൂടുകയാണ്. അപ്പോൾ നമുക്ക് കാഴ്ചയും അറിയാണ്. ഏത് ഗുളിക? നമുക്ക് ശ്വാസം കിട്ടുന്നില്ല. ഇത് എന്തൊക്കെ കുഴിയാണോ, വെള്ളം നിൽക്കുന്നുണ്ട്. കുഴിയുണ്ടോ കുഴിയില്ലേ ഒന്നും അറിയൂല. ഇതിപ്പോൾ ആയിക്കൂടെ വരണ്ടില്ലേ. മഴയൊക്കെ ചോർന്നിട്ട് ഒന്ന് അന്തരീക്ഷം ക്ലിയറായിട്ട് വന്നാൽ മതിയാകും. പക്ഷെ റോഡ് നല്ല റോഡാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ റോഡൊക്കെ സ്കിഡായി പോവുക അല്ലേ. ഇത് ഇങ്ങോട്ടേക്ക് റോഡ് വേറെ റോഡ് അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ റോഡ് കൂടെയാണ് വിടുന്നത് എല്ലാവരും. കയറാനും വേറെ റോഡും ഇറങ്ങാനും റോഡാണ്. പിന്നെന്താ, ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഒരു സമാധാനമില്ലാത്ത വരവാണ്. അങ്ങോട്ട് വരിക. കാരണം എന്താ, അവരൊക്കെ ഹില്ലിലൂടെ വണ്ടി ഓടിച്ചിട്ടേ നല്ല പരിചയമാണ്. ഓരോ ഏരിയ അല്ലേ ഓർക്ക്. നമുക്കിപ്പോൾ ടൗണിലൂടെ വണ്ടി ഓടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഇവര് ഹില്ലിലൂടെ വണ്ടി ഓടിച്ച് ഇവർക്ക് പക്ക ലോറിയാണ് പോയിക്കോട്ടെ. ആ ലോറിയൊക്കെ പോകുന്ന പോക്ക് എന്താലേ. ഓൽക്ക് പ്രശ്നമില്ല. ഓൽക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 2-3 പോക്കാണിത്. നമുക്കത് പരിചയമല്ല, അതാണ് പ്രശ്നം. ഇന്ന സ്ഥലത്ത് വളവുണ്ട്, ഇന്ന സ്ഥലത്ത് കുഴിയുണ്ടെന്നൊന്നും നമുക്കറിയില്ല. ഇതാ ഇവിടെ മണ്ണൊക്കെ ഇടിയുന്നുണ്ട്.
വെള്ളം വന്നോട്ടെ, നമുക്ക് റോഡ് ബ്ലോക്കാതെ അവിടെ നോക്കാം കേട്ടോ. സൈഡ് ഇറങ്ങുന്ന സമയത്ത് അതിൽ ചില കൈയൊക്കെ മരവിച്ചുട്ടോ. ഒന്നും കാണില്ലല്ലേ മുന്നേക്ക്. നമുക്കിപ്പോൾ ഇതിൽ തന്നെ കണ്ടാൽ തന്നെ അറിയാം, ഒന്നും കാണുന്നില്ല. ഒരു 2 മീറ്റർ 3 മീറ്റർ ദൂരത്തേക്ക് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. പക്ഷെ എവിടെയും നിർത്താനും കഴിയില്ല അല്ലേ. ആ തുടങ്ങി പോണത് ചോദിക്ക. ഓൻ്റെ ഒരു അർജന്റ് എത്രയാണ്. ഇവർക്ക് ഒരു സമാധാനമില്ലാത്ത ആൾക്കാരാണ്. നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലോ ഇറങ്ങിയാണ് ചെന്നിട്ട് കണ്ണുമോറടക്കം ഒന്നാണ് കൊടുക്കും. അതിപ്പോൾ എന്താണോ ഓലെ നാടായതുകൊണ്ട് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഒരു സമാധാനമില്ലാത്ത ആൾക്കാരാണ്. അങ്ങോട്ട് വരും തന്നെ. പിന്നെ നമ്മളെ വെറുതെ വന്നിട്ട് നമ്മളെന്നെ ഇവിടെ കയ്യും കാലും വരച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ ഇപ്പം ആയിക്കൂടെ നമുക്ക് ഇറങ്ങി പോരണ്ടല്ലോ. അന്തരീക്ഷമൊക്കെ തെളിഞ്ഞിട്ട് പോന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ സൈഡാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം എന്താണോ, സൈഡിൽ നിന്ന് ഇടിയും നിർത്തിട്ട. എത്ര ദൂരം ഭഗവാൻ ഈ പോകേണ്ടത്. ഇവിടേക്ക് വന്ന് പിന്നെ മഴ ചോർന്നുണ്ടോ? ആ ലോറിക്ക് പോയ വഴി കാണുന്നില്ലല്ലേ. കല്ലൊക്കെ ചാടി കിടക്കും. നോക്കി ഇവിടെ കല്ലൊക്കെ. ഇവിടെ നിൽക്കാനും വയ്യ. ഇവിടെ തന്നെ അമ്പേറ്റ് കല്ല് റോട്ടിൽ ചാടിയുണ്ടല്ലേ. നോക്കണേ, മുന്നിക്ക് തന്നെ നോക്കണ്ട. ഗ്ലാസ് താത്തിക്കളെ വേണമെങ്കിൽ നോക്കണം. അച്ഛൻ കാണൂല കേട്ടോ. കാരണം ഞാൻ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നോക്കുമ്പോഴേ ആ മൊബൈൽ ഓഫാക്കി വെച്ചാൽ ഇതൊന്നും വേണ്ട. മൊബൈൽ